ഞാൻ രാഹുലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ നമ്മുടെ ഷഫീദ് റാവുത്തർ അവിടെയുള്ള ഒരു പ്രതികരണം എടുത്തിരുന്നു. ആ ജസ്റ്റ് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക കസ്റ്റഡി ഉണ്ടായിരിക്കുന്നു. അത് കരിക്കകം സ്വദേശിയായിട്ടുള്ള ജ്യോതിഷൻ, മന്ത്രവാദി എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദീപാണ്. അപ്പോൾ പ്രദീപിൻ്റെ കൂടുതൽ വെയർബോട്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അയൽക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. ചേട്ടാ, ഈ പുള്ളി എത്ര വർഷം മുമ്പ് ഇവിടേക്ക് വരുന്നത്? 35 വർഷമായി ഇവിടെ വന്നിട്ട്. ഈ പുള്ളിക്ക് ആദ്യം എന്തുവരുന്നു പരിപാടി? ആദ്യം കടയുണ്ടായിരുന്നു, ശംഖുമുഖത്തെ സ്റ്റേഷനറി കട അല്ലേ? സ്റ്റേഷനറി കട. പിന്നെ മുട്ട കച്ചവടമൊക്കെ എന്ന് പറഞ്ഞ് മുട്ട കച്ചവടം വഴി നീളെ കൊളുത്തോണ്ടിരുന്നു. അതിനുശേഷമാണ് ഈ പൂജാരിയായത്. പൂജാരിയായ ശേഷം പിന്നെ ന്യൂ കോളേജിൽ വന്ന് അവിടെ വന്ന് പഠിപ്പിച്ച് അവിടെ നിന്ന് സാറായി വന്ന് പിന്നെ നമ്മളൊക്കെ പഠിപ്പിച്ച് പിന്നെ പിന്നെ ഈ കാതികനായി ഇടയ്ക്ക് എന്തോ അല്ലേ? കാതികനായി. പിന്നെ ഈ ഇവിടെ ഈ ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ വരുമായിരുന്നോ? വരും. രാത്രി പൂജയൊക്കെ ഉണ്ടായിരുന്നോ? രാത്രി പൂജ നടക്കും. ഇയാളാണെങ്കിൽ ഇപ്പം താമസിക്കുന്നത് ഇയാളുടെ ഭാര്യയോടൊപ്പം അല്ല. പിന്നെ ഇപ്പം എൻ്റെ ഭാര്യയുടെ കൂടെയാണ്. അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? ഈ അങ്ങ് പോയി നിന്ന് ഇപ്പം രാത്രി അവിടെ നിന്ന് പൂജ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സഹായിയായി പോയതാണല്ലേ? സഹായിയായി പോയിരുന്നു. ഓക്കെ, രാഹുൽ സർ, ഇത് വേണമെങ്കിൽ നിങ്ങൾ ഈ പുരുഷ കമ്മീഷൻ ഉന്നയിക്കുന്നവർക്കും ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇടപെടാവുന്ന കേസാണ് കേട്ടോ. പാവം പിടിച്ച മനുഷ്യൻ, നേരെ ഓപ്പോസിറ്റുള്ള കാല് ഉയർത്തിയ മനുഷ്യൻ. ആ കാല് ഉയർത്ത മനുഷ്യൻ ഇപ്പോഴും പറഞ്ഞത് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. ആ ഭാര്യയാണ് ഇപ്പോൾ ഈ പറയുന്ന ആരാണ്, മൊട്ടസ്വാമിയോ ദേവിദാസനോ അല്ലെ പ്രദീപ് കുമാറോ ആളുടെ ഭാര്യ. പോട്ടെ, അത് വേറെ വിഷയം. രാഹുൽ ഈശ്വർ, ഇവിടെ നോക്കൂ, ഇയാൾ പലചരക്കട നടത്തി പൊട്ടുന്നു, ഇയാൾ അതിനുശേഷം മുട്ടക്കച്ചവടം നടത്തുന്നു, അത് പൊട്ടുന്നു, ഇയാൾ അധ്യാപകനാകുന്നു, നടക്കുന്നില്ല, ഇയാൾ കാതികനാകുന്നു, പൈസ വരുന്നില്ല. നൈസായിട്ട് സംഗമവും ദേവിദാസനായപ്പോഴേക്കും എന്തോ പൂജ, ഹോമകുണ്ടം, ആകെ ഇഷ്ടം പോലെ പണം വരുന്നു, ഫെയിം വരുന്നു, ആകെ ആളുകൾ ആഘോഷിക്കുന്നു. കേരളത്തിന് ഇപ്പോഴും ഇത് വളക്കൂറുള്ള മണ്ണാണ്. അത് ക്രൈമിലോട്ട് നയിച്ചോ എന്ന കാര്യം പോലീസ് പറയേണ്ടതാണ്. പക്ഷേ ക്രൈമിലോട്ട് ഇപ്പോൾ ചെന്താമരയുടെ വിഷയമാകട്ടെ, അതിന് മുമ്പുള്ള വിഷയമാകട്ടെ, എലന്തൂരെ വിഷയമാകട്ടെ, ക്രൈമിലോട്ട് നയിക്കുന്നതിൽ അന്ധവിശ്വാസം. ഇപ്പോൾ ഒരാൾ എത്ര അന്ധവിശ്വാസം ഉള്ളിൽ വെച്ച് പ്രവർത്തിക്കോട്ടെ, പക്ഷേ അതൊരു ഒരു കുഞ്ഞിൻ്റെ ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറുക്കേണ്ടതാണ് രാഹുൽ. വളരെ സീരിയസ് ആയ വിഷയമാണ് ഹാഷ്മി. 2 പ്രതികരണങ്ങൾ. ഒന്ന്, ആരെങ്കിലും മരിച്ചാൽ അതിനെ ന്യായീകരിക്കാൻ ഞങ്ങൾ ഫെമിനിസ്റ്റുകളല്ല. അത് ഫെമിനിസ്റ്റുകൾ മാത്രമേ ചെയ്യൂ, മനുഷ്യരാരും ചെയ്യില്ല. അത് ആണും ചെയ്യില്ല, പെണ്ണും ചെയ്യില്ല. ഫെമിനിസ്റ്റുകൾ ചെയ്യുന്ന ഒന്നും ഞങ്ങൾ പുരുഷന്മാർ ചെയ്യില്ല, മെൻസ് കമ്മീഷന് ആവശ്യപ്പെടുന്നവരും ചെയ്യില്ല. 2, അങ്ങ് റേസ് ചെയ്ത കുറെ കൂടെ സീരിയസ് വിഷയം. ഇത് കാണുന്ന വിശ്വാസികളോടും കൂടി പറയുകയാണ്. ഞാൻ വിശ്വാസത്തിന്റെ മേഖലയിൽ 20-21 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും എല്ലാം ചെന്ന് പ്രാർത്ഥിക്കുന്നതും പൂജ ചെയ്യുന്നതും അല്ലെങ്കിൽ മണിയടിക്കുന്നതും ഒക്കെ വലിയ ഗുണമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആഭിചാരം, മാരണം, ദുർമന്ത്രവാദം, ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല, നമ്മുടെ ശാരീരിക, മാനസിക, സാമ്പത്തിക ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന സാധനങ്ങളാണ്. മുമ്പൊരിക്കൽ ഹാഷ്മിയോട് തന്നെ ഞാൻ പറഞ്ഞതാണ്, പേന പൂജിക്കുന്നത് വിശ്വാസമാണ്, പക്ഷേ ഈ മുട്ട പൂജിച്ച് എവിടെങ്കിലും ഇടുന്നത് അന്ധവിശ്വാസവും മണ്ടത്തരവും അബദ്ധവുമാണ്. ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ടെന്ന കാര്യം സത്യമാണ്. എല്ലാ സമുദായങ്ങളിലും കാണും. പക്ഷേ വിശിഷ്യ ഞാനടക്കമുള്ള ഹിന്ദു സമുദായങ്ങളിൽ ഈ ദുർമന്ത്രവാദി ആകാനൊക്കെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു തുണി മേടിച്ചിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഫാൻസി പേരിട്ട് നാളെ മുതൽ ഇറങ്ങിയാൽ ഒരുപാട് പേരെങ്ങനെ സ്വയം പ്രഖ്യാപിത മന്ത്രവാദികളോ ദുർമന്ത്രവാദികളോ ഒക്കെ ആയി പോകാറുണ്ട്. അത് ഞങ്ങളുടെ സമുദായത്തിന്റെ എല്ലാ സമുദായത്തിലും ആ പ്രശ്നമുണ്ട്. നമ്മുടെ ഇടയിൽ കുറച്ച് കൂടുതലാണ്, സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇത് കാണുന്ന വിശ്വാസികൾ മനസ്സിലാക്കണം, നിങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ വരുന്ന ഒരുത്തനും ഒരു ദൈവീകതയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സെക്ഷുവലി ചൂഷണം ചെയ്യുന്ന ലിംഗപൂജ, നഗ്നപൂജ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ ഇങ്ങനെ ചോദിക്കുന്നു ഒരുപാട് ചൂഷണന്മാരുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നല്ല വിശ്വാസമല്ല, ദൈവവിശ്വാസമല്ല, ആത്മീയ വിശ്വാസമല്ല. ഇതൊക്കെ ആഭിചാരവും ദുർമന്ത്രവാദവും മാരണവുമാണ്. ഇതിനെതിരെ വിശ്വാസികൾ ഈ ശാസ്ത്ര പ്രചാരകന്മാരോടോ യുക്തിചിന്തകന്മാരോടോ മാധ്യമങ്ങളോടോ ഒരുമിച്ച് ഒന്ന് പോരാടാണ്. നേരത്തെ എലന്തൂറിന്റെ കാര്യം പറഞ്ഞു. ആസ്ട്രൽ പ്രൊജക്ഷന്റെ പേരിൽ നമ്മുടെ തിരുവനന്തപുരത്തെ ഒരാൾ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ വീട്ടുകാരെ കൊന്നു. ഈ രീതിയിലുള്ള യാതൊരു മനുഷ്യന്റെ നേരെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി 3-4 പേര് അരുണാചൽ പ്രദേശിൽ പോയി സ്വയംപീഡനം നടത്തി മരിച്ചു, ആത്മഹത്യ ചെയ്തു. ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രീഷ്മയുടെ കാര്യത്തിൽ പോലും ആദ്യ ഭർത്താവ് വാഴില്ല എന്ന ഒരു മന്ത്രോപദേശം, ലീഗൽ അഡ്വൈസ് പോലെ ഒരു മന്ത്രോപദേശം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഞാൻ വായിച്ചു. അല്ല, ഇതിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഞാൻ എല്ലാ വിശ്വാസിയാണ്, സർവമത വിശ്വാസിയാണ്. എല്ലാ മതങ്ങളിലും നല്ല വിശ്വാസമുണ്ട്. ഈ മതങ്ങളെ മോശംവൽക്കരിച്ച് ദുരുപയോഗം ചെയ്ത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി, സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പേര്. അങ്ങനെ ഓർമ്മയാണ്, ഒരു പ്രമുഖ ആൾ ഇപ്പം മരിച്ചുപോയി, ഈ നഗ്നപൂജ ചെയ്യും. നഗ്നപൂജ ചെയ്താൽ എന്തെങ്കിലും കിട്ടുമെന്ന് അങ്ങനെ ഒരു പൂജാവിധിയേ ഇല്ല. അതായത് ഏതോ സ്ത്രീയെ പറഞ്ഞു പറ്റിക്കാനും അവരുമായിട്ട് ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയാണ് ഈ നഗ്നപൂജ പറയുന്നത്. അല്ലാതെ നഗ്നപൂജ എന്നൊരു സിസ്റ്റമേ നമ്മുടെ പൂജാവിധികളിലില്ല. അപ്പോൾ ഈ
മതത്തെ ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനെതിരെ പടപൊരുതുന്നത് നമ്മുടെ വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസികൾ വിശ്വാസത്തിന്റെ പരിചയം ഉയർത്തി ഇവരെ ഡിഫെൻഡ് ചെയ്യുകയല്ല, അതിശക്തമായി ഇവരെ ഒറ്റപ്പെടുത്തണം. മൊട്ടസ്വാമിയാണെങ്കിലും എന്ത് പൊട്ടസ്വാമിയാണെങ്കിലും ഇവർക്കൊന്നും യാതൊരു ആത്മീയ അടിസ്ഥാനമോ മതപരമായ അടിസ്ഥാനമോ സാങ്ഷനോ ഖുറാനോ ഗീതയോ ബൈബിളോ ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസികൾ നമ്മൾ ഗാർഡ് ചെയ്യണം, എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണം. പക്ഷേ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മളെ ഇല്ലാതാക്കുന്നതാണ്. അതിനെ ബുദ്ധി കൊണ്ടും ഒരു കോമൺ സെൻസ് കൊണ്ടും കൂടി നമ്മൾ എടുക്കണം. ഇതിങ്ങനെയാണെങ്കിൽ ഡബിൾ ശിക്ഷ അയാൾക്ക് കൊടുക്കണം. ഏതെങ്കിലും ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ ബലി കൊടുത്താൽ ഏത് ദൈവമാണ് പ്രീതിപ്പെടുക? അപ്പൊ അതൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടികൾ മാത്രമാണ്. ഈ വീക്കായി നിൽക്കുന്ന മനുഷ്യരെ പക്ഷേ ഇപ്പോൾ അതുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. അത് നമുക്ക് ഇപ്പോഴും അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ സാമ്പത്തിക ക്രമക്കേട് കേസിലാണ് ചോദ്യം ചെയ്യൽ, ഇത്രയധികം ചോദ്യം ചെയ്യൽ നീളേണ്ടതുണ്ടോ എന്ന ചോദ്യം നമുക്ക് എത്താം.